BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സ്വർണ്ണപ്പാളി വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമാണോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പോളിൽ ചോദിച്ചത്. ഇനി ആദ്യം നമുക്ക് എന്തായിരുന്നു ഈ സ്വർണ്ണപ്പാളി വിഷയം എന്ന് നോക്കാം. 1998 വ്യവസായിയായ വിജയ് മല്യ 100 പവൻ സ്വർണം ഉപയോഗിച്ച് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിരുന്നു. എന്നാൽ 21 വർഷങ്ങൾക്ക് ശേഷം 2019 ദേവസ്വം ബോർഡ് ആദ്യമായി ദ്വാരപാലക ശില്പത്തെ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് വിജയ് മല്യ മോൾഡ് ചെയ്ത് നൽകിയ സ്വർണത്തിന്റെ പ്രഭ മങ്ങി എന്നായിരുന്നു. 2019 ജൂലൈ 20 സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത്. എന്നാൽ 39 ദിവസം കഴിഞ്ഞാണ് അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. അവിടുന്ന് 2019 സെപ്റ്റംബർ 11 പോറ്റിയിൽ നിന്നും സ്വർണം ദേവസ്വം ഏറ്റുവാങ്ങി രാത്രി നട അടച്ച ശേഷം ശില്പത്തിലേക്ക് ഈ പാളികൾ ചേർത്തു എന്നാണ് വിവരം. ഇതിനിടയിലാണ് ജയറാമിന്റെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി പൂജ നടത്തിയത്. പക്ഷേ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് വലിയ വിവാദമായി. കൂടാതെ കോടതി സ്വർണ്ണപ്പാളികളുടെ രേഖകൾ ആവശ്യപ്പെട്ടു. അത് പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണപ്പാളികളുടെ തൂക്കം കുറഞ്ഞത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള കൃത്യത പുറത്തു വരാത്തത് ജനങ്ങളെ ഇപ്പോഴും ആശങ്കയിലാക്കുന്നുണ്ട്. അതും പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് സംഭവിച്ചത് വലിയ വീഴ്ചയായാണ് എല്ലാവരും ഇതിനെ വിലയിരുത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിന് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമാണുള്ളത്. ഇത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമാണ് എന്ന് തന്നെയാണ് 88% ആളുകളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. 12% ആളുകളാണ് സജീവമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 2 ചോദ്യങ്ങളാണ് ഉള്ളത്. വേങ്ങരയിലും മങ്കടയിലും മുൻ SDPI സ്ഥാനാർത്ഥികളായി നിന്നവർ ഇപ്പോൾ LDF സ്വതന്ത്രരായത് ഡീലിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ചോദ്യം, പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള നേർക്കുനേർ സംവാദം ആവശ്യമുണ്ടോ? BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.